നമ്മുടെ ഇന്ത്യ വളരെ തന്ത്രപരമായി പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് ദുബായിൽ നമ്മുടെ മലയാളിയായ സഞ്ജു സാംസണിനെതിരെ ഓപ്പറേഷൻ സഞ്ജു എന്ന പോലെ വളരെ തന്ത്രപരമായി ഒരു പ്ലാൻ നടത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില നിർണായക വിവരങ്ങളാണ് സ്പോർട്സ് പിച്ചിന്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സൂപ്പർ ഓവറിലെ നായകത്വം മുതൽ ബാറ്റിംഗ് ഓർഡറിലെ രാഷ്ട്രീയം വരെ ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. സംഘർഷഭരിതമായ ഡഗൌട്ടും ആരാധകരോഷവും ഇതിൽ പ്രതിപാദിക്കുന്നു. ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ തകർത്തെറിഞ്ഞ് ഇന്ത്യ അപരാജിത കുതിപ്പ് ഫൈനലിലേക്ക് പൂർത്തിയാക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞത് ക്രിക്കറ്റ് ത്രില്ലറിനും അപ്പുറമുള്ള ഉൾപോരുകളുടെ നാടകീയ രംഗങ്ങളായിരുന്നു. വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഗ്രൗണ്ടിൽ ഹീറോയിസം കാണിക്കുമ്പോഴും ഡഗ്ഔട്ടിലെ ചിലർക്ക് അത് തീർത്തും അലോസരമായിരുന്നുവെന്ന ആരാധകരുടെ വാദം കൂടുതൽ അനുദിനം ശക്തിപ്പെട്ടിരിക്കുകയാണ്. സൂപ്പർ ഓവർ പരിശോധിച്ചാൽ സഞ്ജുവിന്റെ പോരാട്ടം വളരെ മികച്ചതായിരുന്നു. സൂപ്പർ ഓവറിൽ മാത്രമല്ല 202 റൺസ് വീതമെടുത്ത് ഇരു ടീമും പിരിയുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം സമനിലയിലായതിനെ തുടർന്ന് സൂപ്പർ ഓവറിലേക്ക് കളി നീണ്ടപ്പോൾ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ പന്തെറിയാനെത്തിയ ഹർഷദീപ് സിംഗ് ആദ്യ പന്തിൽ തന്നെ കുശാൽ പെരേരയെ വീഴ്ത്തി തന്റെ മികവ് കാട്ടി. കളിയുടെ മികച്ച നിമിഷം പിറന്നത് ഷനഗയെ ലക്ഷ്യമിട്ടുള്ള ഹർഷദീപിന്റെ പന്തുകളിലായിരുന്നു. ഷനഗ ബീറ്റണായതോടെ ബൈ റൺ ഓടാൻ ശ്രമിച്ചപ്പോഴാണ് വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിന്റെ മിന്നൽ നീക്കം സംഭവിച്ചത്. പന്ത് സ്വീകരിച്ച സഞ്ജു കൃത്യതയോടെ വിക്കറ്റ് തെറിപ്പിച്ച് ഷനഗയെ റണ്ണൌട്ട് ആക്കിയതോടെ ലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചെന്ന് വരെ എല്ലാവരും കരുതി. അതിനുശേഷമാണ് നാടകീയമായ വഴിത്തിരിവ്. റണ്ണൌട്ട് വിധിക്കാനുള്ള ദൃശ്യം